അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ വികസനത്തിൽ പിന്നോട്ട് നയിച്ച ഇടതു സർക്കാരിന്റെ സ്വാഭാവിക പതനം അടുത്തെത്തിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങളിലൂടെ മുന്നേറുന്ന സർക്കാരിനെ തിരുത്താൻ പ്രതിപക്ഷം പലവട്ടം ശ്രമിച്ചുവെന്നും കോടതി വിധികളിലൂടെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വണ്ടൂരിലെ KT കൺവെൻഷൻ സെന്ററിൽ നടത്തിയ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ വിചാരിച്ചു ഏപ്രിൽ 9 വളരെ അടുത്തെത്തിയല്ലോ, എങ്ങനെയൊക്കെ നടത്തുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അപ്പോൾ വലിയ ആശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പിന്നെ 9 ഏപ്രിൽ 25 ദിവസമുള്ളൂ. അപ്പോൾ 25 ദിവസം കഴിഞ്ഞാലെങ്കിലും നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താമല്ലോ എന്നാണ് ഓരോ പേരിലെയും ആശ്വാസം ഉണ്ട്. എല്ലാവരും സ്വപ്നം കണ്ടതുപോലെ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അനിൽകുമാറിനെ ഞാൻ പറയേണ്ടതില്ല. ഐക്യ ജനാധിപത്യങ്ങളുടെ കരുത്തനായ നേതാവ്, ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു നേതാവ് കൂടിയാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് ആ കാലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. രാഹുലും പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ അവരോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അനിലിനെ ഇപ്പോഴും അനിലുമായി നമുക്ക് ഇപ്പോഴൊക്കെ തന്നെ അനിലിൻ്റെ ആ വ്യക്തിത്വത്തെ പ്രത്യേകമായി നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പ്രവർത്തകരാണ്. വളരെ അടുത്ത ബന്ധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശാസ്ത്രമായിട്ടൊക്കെ ഒരു വാത്സല്യപരമായിട്ട് ബന്ധമായിരുന്നു ശാസ്ത്രനെ പോലെയുള്ള ചെറുപ്പക്കാർ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ പോലെയുണ്ട് കേരളത്തിലെ മന്ത്രിയായിട്ട് നല്ല ഭരണം നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ള നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ ഭാവിയുള്ള അനിൽകുമാറിനെ തന്നെ വണ്ടൂർ നിയോജകമണ്ഡലത്തിന് ഒരിക്കൽ കൂടി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത്തവണ UDF വൻ വിജയം നേടുമെന്നും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഇടതു സർക്കാരിനെ പുറത്താക്കാൻ ജനങ്ങൾ മനസ്സുകൊണ്ടും മനോധൈര്യത്തോടെയും ഒരുങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ P. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. PV അബ്ദുൾ വഹാബ് MP, സ്ഥാനാർത്ഥി AP അനിൽകുമാർ, AICC അംഗം E. മുഹമ്മദ് കുഞ്ഞി, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല, UDF നേതാക്കളായ KC കുഞ്ഞിമുഹമ്മദ്, മുസ്തഫ അബ്ദുൽ ലത്തീഫ്, KT അജ്മൽ, P. വാസുദേവൻ, TP ഗോപാലകൃഷ്ണൻ, ജോജി K. അലക്സ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.